ശ്രദ്ധേയമായ കേരളത്തിൻ്റെ സംഭാവന നമുക്കെല്ലാം അറിയുന്നതുപോലെ ജനകീയമായ രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആരോഗ്യ മേഖല തന്നെയാണ്. അത് കേവലമായ താഴെ തലത്തിലുള്ള ചികിത്സ മാത്രമല്ല, അവയവദാന ശസ്ത്രക്രിയ പോലും നടത്താൻ സാധിക്കുന്ന ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം കേരളം. എല്ലാ തരത്തിലും ലോകോത്തരമായ രീതിയിലാണ് കേരളം ആ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ വളർന്നു വന്നിട്ടുള്ളത്. ആ വളർന്ന ഏറ്റവും ശ്രദ്ധേയമായ ആ മേഖലയെ തകർക്കാൻ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന വിഭാഗം കോർപ്പറേറ്റുകൾ നമ്മുടെ ആശുപത്രികൾ മുഴുവൻ ഇപ്പോഴും വാങ്ങിക്കൂട്ടുകയാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും അതുപോലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ, അങ്ങനെയാണെന്ന് നമ്മൾ കരുതുന്നത്, നമ്മളെ കാണുന്ന പ്രൈവറ്റ് ആശുപത്രികളെ മുഴുവൻ വലിയ മൂലധന നിക്ഷേപത്തോടു കൂടി അവർ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാങ്ങുന്ന ലോബിക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു വലിയ വിഭാഗം ഗവൺമെൻറ് ആശുപത്രിക്കെതിരായിട്ടും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ ജനകീയ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സംവിധാനമാകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതില്ലാന്നൊന്നും നമ്മളാരും പറയുന്നില്ല. അതുണ്ടെങ്കിൽ പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയുള്ളൂ. അതിനെ കേന്ദ്രീകരിച്ച്, അതിനെ പർവ്വതീകരിച്ച് ഏറ്റവും വലിയ രീതിയിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആകെ അവതാളത്തിലാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കനകോലു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഏറ്റവും ശ്രദ്ധേയമായത് എന്തിനാണോ അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് UDF എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. ജനങ്ങൾ ഫലപ്രദമായിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, വീണ ജോർജിൻ്റെ വീട് ആക്രമിച്ചു. വീടിന് നേരെ ആക്രമണം നടത്തി അവസാനം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഔദ്യോഗികമായിട്ട് യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചു. പല സ്ഥലത്തൊക്കെ റീത്തൊക്കെ രാത്രിയൊക്കെ ആരൊക്കെ കൊണ്ടുവച്ച ചിത്രം കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് റീത്ത് വെച്ചു. ആ റീത്ത് വെച്ച വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറെ പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. UDF എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിൻ്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ എന്താ? ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേ ഇല്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. അല്ല, അത് പറയുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി ആക്രമണം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നെ ദൃശ്യം നിങ്ങൾ നോക്കിയാൽ മതി. നല്ലപോലെ സൂക്ഷിച്ച് ദൃശ്യം നോക്കുക, അപ്പോൾ മനസ്സിലാവും. ശരി, പറ. എന്താ ചോദിക്കാൻ കാരണം? അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ മുഴുവൻ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സംഭവം നടന്നിട്ടുണ്ട്? അവിടെയൊക്കെ പോലീസ് വീഴ്ച ഉള്ളതുകൊണ്ടാണോ സംഭവം നടക്കുന്നത്? ഇത് ബോധപൂർവ്വം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നടത്തുന്നത്. ക്രിമിനലിസമാണ് സംഘടിപ്പിക്കുന്നത്. ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിവിലിരുന്ന് കയറി വരികയാണ്. ഒന്നാമത്തെ വെച്ച് വന്നു, രണ്ടാമത്തെ വെച്ച് വന്നു. അങ്ങനെ 2 പേച്ചായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ ആക്രമിക്കുക, അത് അവിടെ പരിശോധിച്ചോട്ടെ, ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. അത് വിട്ടു. അത് ഒരു വെല്ലുവിളി വിളിക്കാനില്ല. വെല്ലുവിളി വിളിക്കാൻ, അതായത് ദൃശ്യങ്ങൾ നമ്മളെന്തിനാണ് വരച്ചു വെക്കുന്നത്? എല്ലാവരും കണ്ടതാണല്ലോ. പകൽ വെളിച്ചം പോലെ ആക്രമിക്കുന്നതിൻ്റെ കാര്യം മുഴുവൻ ആളും കണ്ടതല്ലേ, മനസ്സിലാക്കിയല്ലേ. പിന്നെ അതിൻ്റെ ഭാഗം
നിങ്ങൾക്ക് വ്യക്തി ഉണ്ടാവില്ല. അത് ഞാനല്ലല്ലോ വ്യക്തി ഉണ്ടാക്കേണ്ടത്. അതവിടെ പരിശോധിക്കട്ടെ. അതിന് കേസെടുത്തിട്ടുണ്ടല്ലോ, റിമാൻഡ് കിടക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം കളവേ പറയുള്ളൂ. കളവ് മാത്രം പറയാനൊരു ജാഥ, നുണജാഥ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. കളവ് പറയാൻ വേണ്ടി ഒരു ജാഥ, അത് ഇന്ന് ഈ ആലപ്പുഴയിലാണ്. ഇത് നിങ്ങൾ കുറേയും കൂടി കളവ് കേട്ടുകൊണ്ടിരിക്കും. ഒറ്റ ദിവസം 9 കളവ് പറഞ്ഞാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഓ, പറയാൻ പറ്റിയ ഒരു പോയിന്റ്. അന്ന് ലോഡ് ഷെഡിങ്ങും അതുപോലെ തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ പറയാതെ ഞാൻ നിങ്ങളല്ലേ ചോദിക്കുന്നത്. അതായത് 10 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിയ 10 വർഷക്കാലം എൻ്റെ വീട്ടിൽ കറണ്ടില്ലാതെ പോയി, അങ്ങനെ ഇങ്ങനെ പോയി, കറണ്ട് കട്ടായിരുന്നു, ലോഡ് ഷെഡിങ് ആയിരുന്നു ഇതെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? 10 കൊല്ലം ഈ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു നോക്ക്. 10 കൊല്ലത്തിൻ്റെ 20 വേണ്ട, 30 വയസ്സുള്ള എടുത്തു. കാരണം അപ്പോൾ 20 കൊല്ലത്തിൻ്റെ ഒരു ഓർമ്മ വേണമല്ലോ, 20 വരെയുള്ള. അതിന് ശേഷമുള്ള 10 കൊല്ലക്കാലം എന്തായിരുന്നു ഇത്രന്ന്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ 10 വർഷക്കാലം ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്ത ഒരു അനുഭവം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതിന് മറുപടി പറയട്ടെ. ആദ്യം ഇതെല്ലാം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ വേണ്ടി വന്നത് അതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലായില്ല. ഇത് ഇക്കാര്യത്തിൽ പ്രശ്നമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.